നാമത്തിൽ സ്നേഹങ്ങൾ അറിയിക്കുന്നു. ഇന്ന് പകൽക്കാലം ഒരു കൂടെ ദൈവത്തിന് ഭദ്രമായി നിൽപ്പാനെത്തണം. ദൈവം ഇടയാക്കിയ നമ്മുടെ കരുണയ്ക്കായി നിർത്തിക്കൊണ്ടിരിക്കുന്നു. കർത്താവിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ദിവസം ഇടപെട്ടുകൊണ്ടിരിക്കുന്ന, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, അതിനായി നന്ദികൊണ്ട് സ്വാഗതിച്ചു. അമ്മയുള്ള പകൽക്കാല സംഘത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിനങ്ങളിലൊക്കെ എന്നോട് ഇടപെട്ടത്, എന്നോട് സംസാരിച്ചത്, എനിക്ക് ദൈവം മാറ്റം തന്നത്, എനിക്ക് മനസ്വാഗതം നൽകിയത്, ആ കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിൻ്റെ മാതൃകത്തിൽ വിജയമാക്കി നിൽക്കണം ഞാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിനങ്ങളൊക്കെ ദേവദാസൻ പറഞ്ഞതുപോലെ നമുക്ക് കൂടുതൽ വചനത്തിൻ്റെതായ ജ്ഞാനം വർദ്ധിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ നോളജ് കൂടുതൽ കൂട്ടിയത് കൊണ്ടോ നമുക്ക് കാര്യങ്ങളില്ല. നമ്മൾ ചെറിയ കാര്യങ്ങളെ കേൾക്കുന്നുള്ളൂ. അല്പമേ കേട്ടുണ്ടെങ്കിൽ അതിനനുസരിക്കുന്ന ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ അത് ജീവിതത്തിൽ അനുകൂലമായി തീരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിക്കുവാണ് ഇടയായിട്ടുള്ളത്. നമുക്ക് വാക്യം വായിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിലെ 51 സങ്കീർത്തനം 1 മുതൽ 4 വരെ വാക്യം വായിച്ചു. தேவனே, உமது கிருபையின்படி எனக்கு இரங்கும். உமது மிகுந்த இரக்கங்களின்படி என் மீறுதல்கள் நீங்க என்னை சுத்திகரியும். என் அக்கிரமம் நீங்க என்னை முற்றிலும் கழுவி என் பாவமர என்னை சுத்திகரியும். என் மீறுதல்களை நான் அறிந்திருக்கிறேன். என் பாவம் எப்பொழுதும் எனக்கு முன்பாக நிற்கிறது. தேவரே, ஒருவருக்கே விரோதமாக நான் பாவம் செய்து உமது கண்களுக்கு முன்பாக பொல்லாங்கானதை நடப்பித்தேன். நீர் பேசும்போது உம்முடைய நீதி விளங்கவும், நீர் நியாயம் தீர்க்கும் போது உம்முடைய பரிசுத்தம் விளங்கவும் இதை அறிக்கையிடுகிறேன். ദൈവമേ, നിന്റെ നീക്കിതക്കങ്ങൾ എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബൗദ്ധപ്രകാരം എന്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എന്റെ അകൃത്യം പോകണമേ. എന്റെ പാപം നീക്കി എന്നെ വെളിപ്പാക്കണമേ. എന്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപം എപ്പോഴും എന്റെ മുമ്പിൽ ഇരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. സംസാരിക്കുമ്പോൾ നീ നീതിമാനായും വിധിക്കുമ്പോൾ നിർമ്മലനായിരിക്കേണ്ടത് തന്നെ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ലംഘനങ്ങൾ, അകർച്ചകൾ, പാപങ്ങൾ, ഇതൊക്കെ അറിയാം. നാം മനുഷ്യരോട് ചെയ്തതും ദൈവത്തോട് ചെയ്തതും ഒക്കെ ദൈവത്തിൻ്റെ ദയയ്ക്കനുസരിച്ച്, കരുണയ്ക്കനുസരിച്ച് അവരുടെ ശരി നമ്മോട് ക്ഷമിക്കണമെന്ന് അവർ പറഞ്ഞിരിക്കുന്നുണ്ട്. ഒക്കെ ജനങ്ങളൊക്കെ ദൈവം നമ്മളെ കേൾപ്പിച്ച ആ ദൈവീയ വചനം കൂടുതലൊന്നും എനിക്ക് അമ്മയിന്ന് പോയിക്കാനും സംസാരിക്കാനില്ല. അമ്മ ഇനി എന്നോട് കർത്താവ് ഇടപെട്ടത് മാത്രം, അതായത് കഴിഞ്ഞ ദിനങ്ങൾ കേട്ട അതേ ദൈവവചനത്തിന് മുമ്പാകെ ദൈവം എനിക്ക് ദൈവത്തിൻ്റെ കൃപ കരുണ എന്നോട് തോന്നിയതുകൊണ്ട് ആ ദൈവീയ വചനം വായിച്ച് ഞാൻ ദിവസീകരിക്കാനായിരിക്കുന്നു. വായിക്കാം. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെ വാക്യങ്ങൾ. അതുപോലെ മാത്യു 6:15. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 24 വരെ വാക്യങ്ങൾ. நான் உங்களுக்கு சொல்லுகிறேன், தன் சகோதரனை நியாயம் இல்லாமல் கோபித்துக் கொள்பவன் நியாய தீர்ப்புக்கு ஏதுவாய் இருப்பான். தன் சகோதரனை வீரன் என்று சொல்லுகிறவன் ஆலோசனை சங்கத்திற்கு ஏதுவாய் இருப்பான். மூடனே என்று சொல்லுகிறவன் எரி நகரத்துக்கு ஏதுவாய் இருப்பான். ஆகையால் நீ பலிபீடத்தினிடத்தில் உன் காணிக்கை செலுத்த வந்து உன் பேரில் உன் சகோதரனுக்கு குறை உண்டென்று அங்கே நினைவு கூறுவாயாகில், அங்கே தானே பலிபீடத்தின் முன் உன் காணிக்கையை வைத்துவிட்டு போய் முன்பு உன் சகோதரனோட ஒப்புரவாகி பின்பு வந்து உன் காணிக்கையை செலுத்து. Matthew 6:15. Matthew 6:15. നിങ്ങളുടെ പിതാവ് നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. അപ്പൊ നമ്മൾ 2 വചനങ്ങൾ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ മനുഷ്യരോട് ക്ഷമിച്ചാൽ നിങ്ങളുടെ പിഴകളെ എന്ത് ചെയ്യാം? നമ്മോട് ക്ഷമിക്കും. ദൈവം നമ്മോട് ക്ഷമിക്കും. 2 പറഞ്ഞിരിക്കുക. അടുത്ത കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ദൈവം നമ്മൾ നിസ്സാരനോ മൂടനോ എന്ന് പറഞ്ഞ നിത്യനരകത്തിന് യോഗ്യരായിത്തീരുമെന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. അടുത്ത് പറഞ്ഞത്, ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന് കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് നിന്ന് സഹോദരനോട് നിരന്നുകൊണ്ട് പിന്നെ വന്ന് നിന്റെ ആ വഴിപാട് കഴിക്കുക. ഇതാണ് പരിശുദ്ധാത്മാവ് 2-3 ആഴ്ചയായിട്ട് അത് നമ്മുടെ ശാസ്ത്രീയമായിട്ട് ഒക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ വചനമാണ്. നിന്റെ വഴിപാട് എന്ത് ചെയ്യുക? നീ അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഒന്നാമത് നീ പോയി നിന്റെ സഹോദരൻ്റെ പേര് വിളിക്കും. നിന്നോട് കൂടെ ഉണ്ടാകുന്ന ആരായിരുന്നു ശരി, നീ അവരോട് പോയി നിനക്ക് വല്ലതും ഉണ്ടോന്നല്ല, അവർക്ക് വല്ലതും നിന്നോട് തോന്നുന്നുണ്ടെങ്കിൽ. ഇതെന്നെ വല്ലാതെ പിടിച്ചൊലച്ചുകൊണ്ട് നാളുകളായി ദിവസങ്ങളായിട്ട് ചെയ്യും.
എനിക്ക് പലപ്പോഴും ഇത് പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ ഈ വചനം ഇങ്ങനെ മുമ്പോട്ട് പോയി. എൻ്റെ ഉള്ളിൽ ചില വ്യക്തികളോട് കൈപ്പുണ്ട്. ഞാൻ തുറന്നു പറയാം. ഞാൻ ചെയ്തതല്ല, അവർ ചെയ്ത പ്രവർത്തനം ഞാൻ ചെയ്തത് ഒരു പാട്ടാണ്. ഞാൻ എന്നെ എന്ത് ചെയ്യാം, വൈറ്റ് വാഷ് ചെയ്തിട്ട് നിർത്തുന്നത് അല്ല. കർത്താവ് എൻ്റെ നിരൂപണങ്ങളും ചിന്തകളെയും ഒക്കെ അറിയുന്നതാണ്. ആ ദൈവത്തിൻ്റെ പാദത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്, അനിമിത്തമായ ഒന്നതായ പ്രയാസങ്ങളായിരിക്കും. പക്ഷെ എന്തുകൊണ്ടോ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യാം, ഞാൻ അവരോട് സംസാരിക്കും. രണ്ട് വ്യക്തിയോട് ഞാൻ വർഷങ്ങളായിട്ട് സംസാരിക്കാറുണ്ട്. വേറെ ഒന്നുമില്ല, എന്തിനാ വെറുതെ സംസാരിച്ച് വീണ്ടും ഒരു ഫൈറ്റിലോട്ടോ അല്ലെങ്കിൽ വേറെ സംസാര വിഷയത്തിലോ പോകണ്ടായിരുന്നു വെച്ചിട്ട് മനഃപൂർവ്വമായിട്ട് ഇട്ട് വരുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ചെയ്യാം, നീ പ്രാർത്ഥിച്ചു. ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കും, പക്ഷെ ഒരു മാനസികമായൊരു സന്തോഷം നമുക്ക് പ്രാർത്ഥിച്ച് എഴുതുമ്പോൾ നമുക്ക് കിട്ടും. നമ്മുടെ ശുദ്ധ കർത്താവിനുള്ള പ്രാർത്ഥനകൾ കേട്ടു, ദൈവം നമുക്ക് മറുപടി കൊണ്ടുവരിക്കുന്നു. പക്ഷെ അവരൊക്കെ എന്ത് ചെയ്യുക, വിടുതൽ നടക്കുമായിരിക്കും. അതാ കർത്താവിൻ്റെ ദിവസം പറഞ്ഞത്, കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ സംഭവിക്കും. പക്ഷെ കർത്താവിൻ്റെ വരവിലേക്ക് ആ ജഡ്ജ്മെന്റ് ടൈമിലേക്ക് കർത്താവ് എടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുന്ന അധർമ്മം പ്രവർത്തിക്കുന്നവർ എന്നെ നെട്ടുപോകും. യഥാർത്ഥത്തിൽ ആ അധർമ്മം പ്രവർത്തിക്കുന്നവരുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു മനുഷ്യനെ പോലെ എനിക്ക് എന്നെ പരിശുദ്ധാത്മാവിനെ ഞാൻ അനുസരിക്കും. നീ അവരോട് വിളിക്കുകയും സംസാരിക്കുക എന്നൊരു വിട. ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിനോട് വളരെ സംസാരിച്ചുകൊണ്ടിരിക്കും. നാളുകൾക്ക് ഒറ്റയ്ക്കുള്ള യാത്രകളൊക്കെ കുറേ അവസാനിച്ചു. പക്ഷെ വീണ്ടും കർത്താവ് എന്നെ ഒറ്റയ്ക്കാക്കി. വീണ്ടും കർത്താവിനെ എൻ്റെ യാത്രകളിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് സംസാരിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ കർത്താവിനോട് പറയുന്നത്, പരിശുദ്ധനെ എനിക്ക് പറ്റില്ല, ഞാൻ ആ വ്യക്തിയോട് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു പക്ഷേ സിമ്പിളായിട്ട് പോയിരിക്കും. നിങ്ങളുടേതായ ആരോടെങ്കിലും മിണ്ടാതിരിക്കുന്ന വ്യക്തികളോട് സംസാരിക്കാൻ പോകുമ്പോൾ ഉള്ളതായ ആ മനസ്സിനകത്തു നിന്ന് നിങ്ങളെ തന്നെ നമ്മുടെ ആത്മാവ് നമ്മളോട് പറയും, വേണ്ട സംസാരിക്കേണ്ട. ഒരു പക്ഷേ നീ അമ്മയെ വിളിക്കാൻ പോകുമ്പോൾ ഒരു ശാപം വിചാരിക്കുന്നത് നിന്റെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരിക്കും നീ അന്ന് വിളിക്കുന്നത് എന്ന് ചിന്തിക്കുമായിരിക്കും. നീ വിളിക്കേണ്ട, ഇനി വിളിച്ചിട്ടുണ്ട് ഏതൊരാകുമ്പോൾ പറയാൻ സംസാരിക്കും. ഞാൻ പറഞ്ഞു, കർത്താവ് എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഫോൺ എടുത്തു, പറ്റുന്നില്ല. കർത്താവിനെ കൂടെ പറ്റില്ല, വിളിക്കാൻ പറ്റില്ല. ഞാൻ ഫോൺ താഴെ വെച്ചു. വീണ്ടും ഞാൻ വണ്ടിയെ ഓടിച്ചു ഇങ്ങനെ പോയി. വീണ്ടും പരിശുദ്ധങ്ങൾ ഇടപെട്ടുകൊണ്ടേയിരിക്കണം. ഈ സംസാരിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, കർത്താവ് നിങ്ങളുടെ കൃപയിലാണ്, അങ്ങയുടെ വിഷയമില്ലാതെ കർത്താവ് എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ കർത്താവിനോട് പറയുക. ഞാൻ ഒരു വ്യക്തിയോട് ഞാൻ ഓപ്പണായിട്ട് പോയി സംസാരിച്ചു. ഇവിടെ ഒരു വ്യക്തിയോട് ഞാൻ പറഞ്ഞു, എനിക്ക് ദിവസം ഇരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ ഈ കയ്പ് കിടക്കുക സോദര, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. എനിക്ക് എന്നോട് ക്ഷമിക്കുക. നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും ശരി, എന്നോട് ക്ഷമിക്കുക. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കണം. എൻ്റെ ഉള്ളിലുള്ള കയ്പ് മുഴുവൻ ആ വ്യക്തിയോട് ഞാൻ സംസാരിച്ച് ഞാനത് തീർത്തു. ആ ഒരു പാട്ടാണ് കഴിഞ്ഞു. അടുത്ത രണ്ട് വ്യക്തികളോട് എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഞാൻ ഈ ദിവസങ്ങൾ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവേ എനിക്ക് അപ്പേ നമ്മുടെ ആത്മാവ് എന്ത് പറയാ, വേണ്ട നീ സംസാരിക്കണം, നീ വിളിക്കണം, നീ എന്തിനാണ് വിളിക്കണം, നീ കർത്താവ് പറയും, നീ ഈ ലോകത്തിന് നീ ഇതൊക്കെ പിടിച്ചുകൊണ്ട് നിന്നോ. എന്നോട് ഇങ്ങനെ തന്നെ പറയുവാണ്, നീ ഇതൊക്കെ പിടിച്ചുകൊണ്ട് നിന്ന് നീ നിന്റെ പ്രസ്റ്റീജോ നിന്റെ കാര്യങ്ങളോ നീ വിട്ടുകൊടുക്കാത്തതോ ഒക്കെ പിടിച്ചുകൊണ്ട് നിന്നോ. പക്ഷേ ഞാൻ നിന്നെ അവിടോട്ട് എത്തിക്കത്തില്ല, ഞാൻ അവിടോട്ട് എത്തിക്കരുത്. ഇന്ന് നീ ഇത് വേണ്ട എന്ന് വിചാരിച്ചാൽ, നീ ഇതൊന്നും വേണ്ട എന്ന് വിചാരിച്ചാൽ ഓക്കെ, നിന്റെ ഭാഗത്ത് നീ ഒന്ന് താഴ്ന്നു കൊടുക്കുമായിരിക്കും. നിന്റെ ഭാഗത്തിൽ ഒന്നുമില്ലായിരിക്കും. നീ എല്ലാം എന്ത് ചെയ്യുക, ജസ്റ്റിഫൈ ചെയ്ത് നീ നീതിമാൻ എന്ന് വിചാരിച്ച് നിൽക്കുന്ന മണ്ഡലമായിരിക്കും. പക്ഷെ അതൊക്കെ ശരിയാണ്. പക്ഷെ നീ താഴെ, നീ വിളിക്കുക. നിന്നെ വിളിച്ചിട്ടില്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിന്നെ അവർ വിളിച്ചിട്ടില്ലെങ്കിൽ നീ അവരെ വിളിച്ചിട്ടില്ല. പക്ഷെ നീ വിളിക്കും. ദൈവത്തിന് കൃപയാല് ഞാൻ വിളിച്ചു. വളരെ സന്തോഷം. ഞങ്ങൾക്ക് രണ്ടുപേർക്കും വളരെ സന്തോഷം. അന്നത്തെ ദിവസം എനിക്കുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതായ ഒരു വലിയൊരു സന്തോഷം എൻ്റെ മനസ്സിൽ അനുഭവപ്പെടുന്നത്. കാരണം വലിയൊരു വേർഡൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് നീ മറന്നു. ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടത് കൊണ്ട് കാര്യമില്ല. അല്പമേ കേട്ടുള്ളെങ്കിലും ദൈവവചനത്തെയോ ഒന്ന് അനുസരിക്കുവാൻ നിൽക്കണം. കർത്താവിനോട് സംസാരിച്ച, ദൈവത്തോട് ഇടപെട്ട ആ ദൈവത്തോട് നമ്മളെ സംസാരിക്കാം. രണ്ട് കാര്യങ്ങളാണ്.
ഞാനങ്ങനെ ആ പിണക്കുമായിട്ട് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ എന്താണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ആ ഒരു മെസ്സേജ് എന്താണെന്ന് പരിശുദ്ധാത്മാവോട് ചോദിക്കുന്നത്. ഓക്കെ, മറ്റുള്ളവർ പബ്ലിക്കായിട്ട് എല്ലാവർക്കും അറിയാം ഈ വ്യക്തിയുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിണക്കമാണെന്ന് നിങ്ങളുടെ കുടുംബത്തിലുള്ളതായിരിക്കാം, ദേശത്തുള്ളതായിട്ട് അറിയായിരിക്കും. പക്ഷേ നീ കേൾക്കുന്നു, ദൈവം സ്നേഹവും നീതിയായ കർത്താവാണ്, ശത്രുവിനെ സ്നേഹിക്കണമെന്ന് നീ കേൾക്കുന്നു. നീ മറ്റുള്ളവർക്ക് സുവിശേഷം പറയാൻ പോകുമ്പോൾ നീ ഈ വാക്ക് എടുത്ത് സംസാരിക്കും. പക്ഷെ നിന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല. നീ അനുസരിക്കുന്നുണ്ടോ? അനുസരിക്കുന്നില്ല. നിനക്ക് പറയുവാൻ എളുപ്പമാണ്. നീ എന്ത് മെസ്സേജാണ് നീ മറ്റുള്ളവരുടെ മുമ്പിൽ വരച്ച് കാട്ടുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എന്താ വരച്ച് കാട്ടുന്നത്? ക്രിസ്തുവും ഞാനും ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് പറയുന്നത് അവൻ എൻ്റെ ഡിഫറൻ്റ് ആയിട്ട് രണ്ട് ധ്രുവത്തിൽ രണ്ട് ആംഗിളിൽ നിൽക്കുന്നത് പോലെയാണ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രസൻ്റായി നിൽക്കുന്നത്. ക്രിസ്തുവിൻ്റെ യാതൊരു ഭാവവും എൻ്റെ ഞാനത് നിമിത്തം എന്ത് ചെയ്യാം, ഇത് നമുക്ക് അനേക ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനുള്ളവർ പോലും എന്ത് ചെയ്യാം, അവർ നോക്കി ഇന്ന വ്യക്തി ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി പോവുക, പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. പക്ഷെ അവൻ്റെ ഉള്ളിൽ ഇന്ന് വരെ ഇന്ന വ്യക്തികളോട് ക്ഷമിക്കുവാനോ ഇവനോട് കൂട്ടായ്മ ഉണ്ടാകുവാനോ സംസാരിക്കുവാനോ കഴിഞ്ഞിട്ടില്ല, ഇവന് കഴിഞ്ഞിട്ടില്ല. ഇവനെ പോലെ ആകുവാൻ വേണ്ടിയാണ് ഞാനും ഈ മാർഗത്തിലേക്ക് വരുന്നത്. ഒരു ചിന്ത ഒരു വേള അവർ ചിന്തിച്ചാൽ അതിന് ശാപം, അതിന് കണക്ക് ആര് കൊടുക്കണം? ഞാൻ കൊടുക്കണം. ആ ക്രിസ്തുവിനെ ഉയർത്തേണ്ടിടത്ത് ഞാൻ ചെയ്തു, ക്രിസ്തുവിനെ നിന്ന് ഞാൻ വരുത്തി വെച്ചു. ഞാനത് ചെയ്യണം. ഞാൻ അതിന് ദൈവത്തിന് മുമ്പാകും, മനുഷ്യർക്ക് മുമ്പായി, ദൈവത്തിന് മുമ്പായി നല്ല മനസ്സാക്ഷിയുള്ളവരെ പോലെ ആയിത്തീരുവാൻ ശ്രമിക്കുകയും അത് കാണിക്കുകയും ചെയ്യണം. ഇത് ചെയ്യാത്തടത്തോളം കാലം, ഇത് ഞാൻ ചെയ്യാത്തടത്തോളം കാലം ഞാൻ എത്ര കണ്ട് ഞാൻ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ, എത്ര കണ്ട് ഞാൻ ആരാധിച്ചെന്ന് പറഞ്ഞാൽ, എത്ര കണ്ട് മഹത്വപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ ദൈവനാമം ദുഷിക്കാതിരിക്കേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെ അവിടെ നടക്കുമായിരിക്കുക. പക്ഷെ ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ നീ നിത്യ നരകത്തിലേക്ക് പോകുമെന്ന് അവിടെ മൂടനെന്ന് ഞാൻ മറ്റുള്ളവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ മറ്റുള്ളവരെ നിസ്സാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവൻ ദൈവം പറയുന്ന പാപത്തിൻ്റെ മണ്ഡലങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ ടെൻഡേഷനിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇതെല്ലാം ചെയ്തിട്ട് ഞാൻ വീണ്ടും അവൻ സ്വർഗരാജ്യത്തിൽ കർത്താവിൻ്റെ രാജ്യത്തിൽ ഞാൻ എത്തപ്പെടുമെന്ന് വിചാരിച്ചാൽ എന്നെ പോലെ മൂടനായ മനുഷ്യൻ വളരെ ക്ലിയറാണ്, വളരെ ക്ലിയറാണ്. പരിശുദ്ധമാവരെ ദൈവത്തിൻ്റെ കൃപയാണ്. ആ പ്രിയപ്പെട്ടവരോടെല്ലാം ഞാൻ വിളിച്ചു സംസാരിച്ചു. ആമേ കർത്താവ് അനുവദിക്കുന്ന വർഷങ്ങളിലൊക്കെ ആമേ ദേശത്തിലായിരുന്നു ആ പ്രിയപ്പെട്ടവരോടൊക്കെ നിങ്ങൾ പോകുവാനും കൂടെ നിൽക്കുവാനൊക്കെ കൃപയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കർത്താവിനോട് പറഞ്ഞ ഒന്ന് കാര്യമാണ്, എനിക്ക് സ്വയമായിട്ട് ഇത് ചെയ്യുവാൻ പറ്റത്തില്ല. ഞാൻ സ്വയമായിട്ട് ചിന്തിക്കണം, ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴൊക്കെയും എൻ്റെ മനസ്സിൽ ഇങ്ങനെ പുറകോട്ടും മാറ്റിക്കൊണ്ടേയിരിക്കും. ചെയ്യേണ്ട നമുക്ക് വചനമുണ്ട് ചെയ്യാം. നിന്റെ കൂടെ സഹോദരൻ്റെ പേർ പറഞ്ഞു നിൽക്കുന്ന ഒരുവൻ നിൽക്കുന്നതിനെ ബന്ധം ചെയ്ത് രണ്ടുപേർ വേറിയ അവരുടെ സാക്ഷി പറഞ്ഞ് നീ അവരെ പുറംജാതിക്കാരനെ പോലെ നിർത്താം. ഒക്കെ കറക്റ്റാണ്. ഒരു വചനം നമുക്ക് അവൻ ന്യായീകരിക്കുവാൻ ഒരുപാട് വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ പറഞ്ഞിരിക്കുന്നതും അതിൻ്റെ പാട്ടാണ്. നമുക്ക് രണ്ട് കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് പിണക്കത്തോടെയോ അല്ലെങ്കിൽ വിദേശത്തോടെയോ കയ്പിൻ്റെ അനുഭവത്തിലൂടെയോ ഒക്കെ നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോകാം. എന്നാൽ കർത്താവിൻ്റെ രാജ്യത്തിൽ എത്തപ്പെടുന്ന ദൈവരാജ്യത്തിൽ എത്തപ്പെടുന്ന നമ്മളെ തന്നെ കഴി ശുദ്ധീകരിച്ച് ഞാൻ എന്തുകൊണ്ടാണ് അവിടെ വിട്ടുകൊടുക്കാതിരിക്കുന്നത്? ഞാനെന്നത് ന്യായീകരിക്കുന്നതുകൊണ്ടാണ്, ഞാനെന്നത് ജസ്റ്റിഫൈ ചെയ്യുന്നതുകൊണ്ടാണ്, എൻ്റെ പാട്ടിലാണ് കറക്റ്റെന്ന് പറയുന്നതുകൊണ്ടാണ് എനിക്ക് വിളിക്കാൻ പറ്റാത്തത്. രണ്ട്, ഞാൻ വിളിച്ചാൽ ഞാൻ കുറഞ്ഞവനായി പോകുമോ എന്ന ചിന്ത. ഞാനെന്തിനെ വിളിക്കുന്നത്? അവർ വിളിക്കട്ടെ, എനിക്ക് അവരുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. നമ്മൾ എപ്പോഴും ജസ്റ്റിഫൈ ചെയ്തേ എനിക്ക് ആവശ്യമൊന്നുമില്ല, യാതൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമേ ഇല്ല. സംസാരിക്കുമോ, നീ മിണ്ടുമോ, അതെന്തിനാണ് ഞാൻ സംസാരിക്കുന്നത്? ഇവിടെയാണ് കർത്താവ് നമ്മളെ പൊളിക്കുന്നത്. പരിശുദ്ധാത്മ നമ്മളെ പൊളിക്കുന്നത് ഇവിടെയാണ്. ദിവസങ്ങളിൽ ദൈവത്തിൻ്റെ ആത്മാവ് പൊളിക്കുവാൻ തുടങ്ങിയ അതെന്നെ അല്ലാതെ എന്ത് ചെയ്യുക?
കീറി മുറിപ്പ് ദൈവം വചനം കീറി മുറിക്കുമെന്ന് പറഞ്ഞാൽ കീറി മുറിച്ചുകൊണ്ടേ ഇരിക്കും. കർത്താവ് പണിയും. അതുപോലെയാണ് പാപത്തിന്റെ ഓരോ സ്റ്റേജ് ചെയ്യുന്നവരെ നമ്മൾ ഓരോരുത്തരോടും നമ്മൾ പാപത്തിന്റെ മണ്ഡലങ്ങളെ പ്രതി പോളിഷ് ചെയ്ത് നിർത്തിയിട്ട് ഇത് കുഴപ്പമില്ലെന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടുവാണ്ടയാകുമ്പോൾ എന്ത് ചെയ്യുക, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, വലിച്ചു കീറുവാണ്ടയായി. വസ്ത്രം കീറുന്നത് പോലെ ഹൃദയം കീറുന്ന പറയാൻ എളുപ്പമാണ്. ഹൃദയത്തെ ഒന്ന് കീറി നോക്കാം. ആ കീറല് വളരെ വേദനാജനകം, വളരെ ഭാരപ്പെടുത്തുന്ന, ദുഃഖപ്പെടുത്തുന്ന. ഇതൊക്കെ ഓവർകം ചെയ്യുമ്പോൾ ദൈവത്തിന് കൃപ വേണം. ദിവസങ്ങൾ പരിശുദ്ധമാ നമ്മുടെ സംസാരിക്കുമ്പോൾ ദൈവത്തിനെ അനുസരിക്കണം, ദൈവത്തിൻ്റെ കൽപ്പനകളെ പ്രമാണിക്കണം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം നടക്കണം, ദൈവ ഇഷ്ടപ്രകാരം നടക്കണം. ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യാം, ഞാൻ വലിയ കാര്യങ്ങളൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ത് ചെയ്യാം, അല്പമേ കേട്ടത് കഴിഞ്ഞ ദിനങ്ങളിൽ കേട്ടതിന് മുമ്പാകെ ഞാൻ സമർപ്പിച്ചില്ലെങ്കിൽ അതായത് ദിവസം അവൻ എത്രയോ ദിനങ്ങളായിട്ട് ഈ വചനം എടുത്ത് കോട്ട് ചെയ്ത് പറയുമ്പോൾ ഇതനുസരിക്കാതെ എൻ്റെ യാഗമായിട്ട് ഞാൻ വീണ്ടും ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് മുട്ടുമടക്കി ഇരുന്നാൽ അവൻ കർത്താവ് ചോദിക്കാം, നിന്നോട് ഇത് തന്നെയല്ലേ ആവർത്തിച്ച് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുക. നിനക്ക് അനുസരിക്കാൻ എന്തെങ്കിലും മനസ്സുണ്ടോ? ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുമ്പോൾ അതിന് അത് ഏറ്റെടുത്തുകൊണ്ട് ആ വില കൊടുത്തോട്ട് ദൈവസന്നിധിയിലേക്ക് മുട്ടുമടക്കി കർത്താവെ അടിയിൽ ഇതാ ഞാനത് അവൻ സമർപ്പിക്കുന്ന കർത്താവെ അടിയെ ഒന്ന് ശക്തീകരിക്കണമേ കർത്താവെ അങ്ങനെ വാദത്തിന് മുമ്പാകെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് തന്നെ അവ എനിക്ക് കൈപ്പായി എൻ്റെ ഹൃദയത്തിൻ്റെ പാപത്തിൻ്റെതായ മണ്ഡലം നിൽക്കുമ്പോൾ ആ കൈപ്പായ അനുഭവങ്ങളിൽ തന്നെ അവൻ ക്ഷമിക്കേണ്ടവരോട് ക്ഷമിക്കുവാൻ, അവൻ കർത്താവെ വിട്ടുകളയുന്നതിനെ വിട്ടുകളയുവാൻ, ഉപേക്ഷിക്കുവാൻ അവൻ കർത്താവ് നിമിത്തം ഇതെല്ലാം അവൻ കർത്താവെ സകല നിന്ദകളൊന്ന് സകച്ച് മാറ്റുവാൻ ഒരു കൃപ തന്നെ പകരുവാൻ. ചിലപ്പോൾ അത് ഭാരമായിരിക്കും, ചിലപ്പോൾ വേദനയായിരിക്കും, നമ്മുടെ മാനുഷികമായ ചിന്തയിൽ പലപ്പോഴും വേദന. പക്ഷേ ദൈവരാജ്യത്തിൽ ഞാനും നിങ്ങളും പ്രവേശിക്കണമോ, ഇത് ചെയ്തേ പറ്റത്തുള്ളൂ. ഇല്ലാതെ ദൈവത്തിൻ്റെ മകളാണെന്ന് പറഞ്ഞ് ജീവിച്ച് തീരാം. പക്ഷേ ഈ വചനപ്രകാരം ഉയരത്തിലേക്ക് ദൈവം പറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ വാസസ്ഥലത്തിലേക്ക് കയറ്റണമെങ്കിൽ നമ്മൾ ചെയ്യുന്നത്. അന്ന് പറയും, ഇവിടെ റഹീമ ചർച്ചിൽ യേശുദാസ് പറഞ്ഞ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്റർ നിന്നോട് ഇന്ന ദിവസം ഇന്ന ഡേറ്റിൽ നിന്നോട് ഒരാഴ്ചയല്ല, 2 ആഴ്ചയല്ല, 3 ആഴ്ചയല്ല, നിന്നോട് തന്നെ പറഞ്ഞ് നിന്നോട് തന്നെ സംസാരിച്ചിട്ടുണ്ട്. നീ കേട്ടോ, നീ അനുസരിച്ചോ. ഒരു കാര്യം കൂടെ എന്നോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുക, ധനവാനായ മനുഷ്യൻ ലാസറും എന്ത് ചെയ്യുക, സ്വർഗത്തിൽ ധനവാനായ മനുഷ്യൻ നിത്യ നരകത്തിൽ പോയി, ലാസർ അബ്രഹാമിൻ്റെ മടിയിൽ. അപ്പോൾ ആ ധനവാനായ മനുഷ്യൻ അവിടെ നിന്ന് ഒരു വെള്ളത്തിന് വേണ്ടി ചോദിക്കുന്ന ഒരു കാര്യം അവിടെ പറയുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് നിങ്ങൾ തമ്മിലൊരു കോട്ട നിൽക്കുക, പറയാൻ പറ്റത്തില്ല. അപ്പോഴവിടെ വീണ്ടും പറയാൻ ചെയ്യുക, എന്നാലൊക്കെ ഞാൻ എന്തോ ഒരു അകപ്പെട്ടു പോയി. എന്നാൽ എൻ്റെ സഹോദരന്മാർ, എൻ്റെ പ്രിയപ്പെട്ട പ്രദേശമാണ്, ഇവരെ ഒന്ന് താഴെ നയിക്കുക. അവരെങ്കിലും ഞാൻ നിൽക്കുന്ന അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി ഒന്ന് അയക്കുക. എന്താ പറയുക, അവിടെ അവിടെ ബാക്കിയുള്ളവരൊക്കെ ഉള്ളത് അവർ പറഞ്ഞത് കേട്ടത് അനുസരിച്ചില്ലെങ്കിലേ ഇനി ആരെല്ലാം ഉയരത്തുനിന്ന് മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റ് മേളിൽ നിന്ന് അവൻ താഴെ ഇറങ്ങി വന്നെന്ന് പറഞ്ഞാലും ഇവൻ അനുസരിക്കാൻ പോകുന്നില്ല. ഇവിടെ നിനക്ക് തരുന്ന വചനമുണ്ടല്ലോ, ഇവിടെ നിന്നെ കേൾപ്പിക്കുന്ന വചനമുണ്ടല്ലോ, നീ വചനം നിന്ന് കേട്ട് അനുസരിച്ചാലുണ്ടല്ലോ നിന്റെ ജീവിതത്തിന് വിടുതല. വലിയ പ്രഭാഷകന്മാരൊക്കെ വന്ന് നമ്മളോട് ചെയ്യാം മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സന്തോഷം. മെറ്റീരിയൽ ബ്ലെസ്സിങ്ങൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ അതിൻ്റെ പാട്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. എൻ്റെ വചനത്തെ അനുസരിക്കും, കഥാവിൻ്റെ വചനത്തെ അനുസരിക്കും, ദൈവവചനത്തെ പ്രമാണിക്കും. ഞാൻ പ്രമാണിക്കാതെ കർത്താവിൽ നിന്ന് വല്ലതും പ്രാപിക്കാൻ പറ്റുമോ? ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല. കർത്താവിനോട് പറയുക, ഓരോ കാര്യങ്ങളും നമ്മൾ സംസാരിക്കുക. എന്നോട് സംസാരിച്ചതായിരിക്കത്തില്ല ഇവിടേക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് സംസാരിച്ചത്, എന്നോട് ഇടപെട്ടതായിരിക്കത്തില്ല നിങ്ങളോട് ഓരോരുത്തരും ഇടപെട്ടത്. ഞാൻ പറഞ്ഞത് എന്നെ കാണിക്കുന്നത് ക്രിസ്തുവിനെ കാണിക്കുക. ഇന്നും എൻ്റെ ജീവിതത്തിൽ ശരിയാകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം ക്ലിയറായെന്നല്ല ഞാൻ പറഞ്ഞിരിക്കുന്നു. എന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടതായ ചില മേഖലകളിലൂടെ പരിശുദ്ധാത്മാവിനെ വഴി നടത്തിയപ്പോൾ അതിനു മുമ്പാകെ എനിക്കൊന്ന് സമ്മതിപ്പാൻ ദൈവം എനിക്ക് കൃപ നൽകി. അങ്ങനെ എനിക്ക് ദൈവം അതിൽ നിന്ന് ഒരു മോചനം ലഭിക്കുവാൻ നിൽക്കണം.
ദൈവം കൃപ നൽകുവാനായിരുന്നു. നമുക്ക് വായിക്കേണ്ടത് സാംസന്റെ 51:10 ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിൽക്കുകയും വരുതേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ആത്മാവിനാൽ എന്നെ താങ്ങണമേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കും. ഭാവികൾ നിങ്കിലേക്ക് മനം തിരിയും. ദൈവം നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നെ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ എന്നെ തള്ളിക്കളയരുത്. നിന്റെ പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് ഇരിക്കണമേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. മനസ്സൊരുക്കമുള്ള ഒരു ആത്മാവിനെ എന്നെ നടത്തണം. ഇതെല്ലാം കാര്യങ്ങൾ നമ്മുടെ ഹൃദയമായി നമ്മോട് പറയുന്ന ഒത്തിരി ആത്മാവും പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്ത്രം നൽകി എല്ലാം വന്ന് ആ സ്ഥിരമായ ഒരു ആത്മാവിനെ നമുക്ക് നൽകി തരുമ്പോൾ അടുത്ത വാക്ക് പറഞ്ഞു, അപ്പോൾ ഞാൻ അതിക്രമക്കാരോട് നിന്റെ വഴികളെ ഉപദേശിക്കുകയും ഭാവികളിലേക്ക് അനന്തിക്കുകയും ചെയ്യും. എപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത്? ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ നമ്മളെങ്ങനെ ആയിരിക്കണം. അപ്പം എന്ത് ചെയ്യാം? ഒരു വിരൽ ഒരാൾ ഒരു മനുഷ്യനെ നിൽക്കുമ്പോൾ 4 വിരൽ എന്ത് ചെയ്യാം? നമുക്ക് നേരെ തിരിയും. നാട്ടിലൊക്കെ പറയുന്നൊരു കാര്യം എന്ത് ചെയ്യാം? അല്പം എന്ത് ചെയ്യാം? മണ്ണെടുത്ത് അല്ലെങ്കിൽ മണലെടുത്ത് ഇറങ്ങിയാൽ അറിയാം അത് ചേരയാണോ പാമ്പാണോ എന്ന് അറിയാം, അല്ലേ? അപ്പം ഈ ചേരയും പാമ്പൊക്കെ അറിയില്ലേ? ചേരയും പാമ്പൊക്കെ അതൊന്നും അറിയാത്തവരെ പോലെ ഇരിക്കുന്നുണ്ട്. ഓക്കെ, ഇത് അല്പം മണലെടുത്ത് അതിന് മേൽ എറിഞ്ഞാൽ അറിയാതെ അറിയാം പാമ്പാണോ ചേരയാണോ അത് എന്താണെന്ന് അറിയാൻ പറ്റും. ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ആരെങ്കിലും ഒരു കല്ലെടുത്ത് എറിഞ്ഞാൽ അറിയാം നമ്മൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ അനുയായിയാണോ ദൈവത്തിൻ്റെ പൈതലാണോ എന്ന് അപ്പോഴറിയാം. 2 അടി 2 വഴക്ക് 2 വാക്ക് നമ്മോട് സംസാരിക്കുമ്പോൾ അറിയാം നമ്മൾ ഏത് മൂടുപടം ഇട്ടാ നിൽക്കുന്നതെന്ന് കറക്റ്റായിട്ട് അപ്പം വെളിപ്പെട്ട് വരും. വേറെ ഒന്നും ചെയ്യണം അത്ര മാത്രം ചെയ്യണം. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ മതി. നമ്മുടെ നാട്ടിലൊക്കെ വണ്ടി ഓടിക്കുമ്പോൾ വണ്ടി എവിടെ പോയി തട്ടുമ്പോൾ അത് പെട്ടെന്ന് സഡൻലി നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യും? അത്ര മാത്രം ചിന്തിച്ചാൽ വേറെ അപ്പം നമ്മുടെ ഉള്ളിലുള്ളതായ ഏത് ഭാവമാണ് പുറത്തേക്ക് വരുന്നത് ചിന്തിച്ചാൽ മതി. അപ്പോൾ കുഴപ്പമില്ല, വണ്ടി തട്ടിയല്ലേ കുഴപ്പമില്ല. നാട്ടിലേക്കത് വണ്ടി തട്ടി അന്ന് ആ സെക്കൻഡ് അടിയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന നമ്മുടെ ആ ഒരു വെഹിക്കിൾ ആയിരിക്കും നഷ്ടപ്പെട്ടത്, അല്ലെങ്കിൽ പ്രോബ്ലം ആയിരിക്കും. പക്ഷെ അവിടെ ക്രിസ്തുവിനെ വരച്ച് കാണുവാൻ എപ്പോഴും നമുക്ക് കഴിയുന്നുണ്ട്. അത് സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. നമ്മുടെ ഫാക്ടറായി വെള്ള വാസ്തവമൊക്കെ ഇട്ട് ആകുമ്പോൾ ഒരു മനുഷ്യൻ വന്ന് നമ്മൾ 2 തല്ല് അല്ലെങ്കിൽ 2 വഴക്ക് പറഞ്ഞ് 2 കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന പുറത്തേക്ക് വരുന്ന വാക്കുകളും നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും ഒക്കെ കൊണ്ട് നമ്മളെ അവിടെ വരച്ച് കാട്ടുവാനിടയായിട്ട് നമ്മുടെ ദേശത്തിന് പോയി നമ്മുടെ ഫാക്ടറായിരിക്കും. നമ്മുടെ ദേശത്ത് അന്യദേശത്ത് പോകുമ്പോൾ നമ്മളെ അറിയാത്തവരായിരിക്കുമല്ലോ, അറിയാത്ത വ്യക്തികളായിരിക്കും. അവിടെ ചെല്ലുമ്പോഴ ഇങ്ങനെ ഒരു ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഉള്ളിൽ കിടക്കുന്ന ജഡം കൊണ്ട് പൊങ്ങിയിട്ട് എന്നെ ഇവിടെ ആരും കാണാനില്ല, എന്നെ അറിയുന്ന കാര്യമില്ല, എന്നെ കേൾക്കുന്ന കാര്യമില്ല, അറിയാവുന്ന ഒരു വ്യക്തി പോലും ഇല്ല. ഇന്നത് ചർച്ചിലെത്തപ്പോൾ ദൈവദാസനമില്ല, വിശ്വാസമില്ല, എനിക്കെന്തും ചെയ്യും. കറക്റ്റല്ലേ? നമ്മുടെ പിള്ളേരൊക്കെ പഠിക്കാൻ പോകുമ്പോൾ, ഈവൻ ഞാൻ ഉൾപ്പെടെ പഠിക്കാൻ പോകുമ്പോൾ പഠിച്ച കാലഘട്ടങ്ങളൊക്കെ എന്ത് ചെയ്യും? നമ്മൾ പുറത്ത് പോയി നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മുടെ പേരൻസ് കൂടെ ഇല്ല, നമ്മുടെ ചർച്ചിലെ പാസ്റ്റർ കൂടെ ഇല്ല, ആരുമില്ല. അവർ നമ്മുടെ ഫ്രീഡമാണ്, നമ്മുടെ ലോകമാണ്. ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ എങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ അമ്മ വിളിച്ചു ചോദിക്കും, അല്ലെ അപ്പം വിളിച്ചു ചോദിക്കും, നീ ഇവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന്. പക്ഷെ അവിടെ ആയിരിക്കുന്ന ആ പരിസരത്ത് പോലും നമ്മൾ ആരും കാണത്തില്ല. അങ്ങനെയാണോ വേണ്ടതെന്ന് മനസ്സിലാക്കി. അപ്പം നമ്മുടെ യഥാർത്ഥ ഭാവങ്ങളും യഥാർത്ഥ കാര്യങ്ങളും എപ്പോഴാണ് വരുന്നത്? പരീക്ഷ കടന്നു വരുമ്പോഴാണ്. അതുകൊണ്ട് പരീക്ഷ കടന്നു വരുമ്പോഴത്തേക്ക് കൊള്ളാവുന്നവനെ തികയണം. അപ്പം നമ്മൾ പരീക്ഷ ഒന്നും കടന്നു വന്നില്ലെങ്കിൽ നമ്മളെല്ലാം പെർഫെക്റ്റാണ്. എന്നെ പോലെ വിശുദ്ധരായ ഒരു മനുഷ്യൻ വേറെ ആരെയും കാണുന്നില്ല. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷകളും പ്രയാസങ്ങളും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ശോധനകൾ കടന്നു വരുമ്പോഴാണ് യഥാർത്ഥ മനുഷ്യൻ. അപ്പോൾ അവിടെ നമുക്ക് ഈ പരീക്ഷ ജയിക്കുവാൻ തികഞ്ഞവനായിട്ട് കടന്നു വരുവാൻ കഴിയുമോ? ഇതിനെ ഓവർകം ചെയ്യുവാൻ കഴിയുമോ? പരിശുദ്ധ ചോദിക്കുന്നത്, നിന്റെ ഏത് ക്വാളിറ്റിയാണ് നിന്റെ ഉള്ളിൽ നിൽക്കുന്നത്? ഇന്നും നീ ക്രിസ്തുവിനോട് മരിച്ച് അടക്കപ്പോൾ ക്രൂശിച്ച് അങ്ങനെ വീണ്ടും കർത്താവിൻ്റെ ഭാവത്തിലേക്ക് എത്തിയിട്ടില്ല. ഇന്നും ആ പഴയ സ്വഭാവത്തെ പുറകെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇതാ കർത്താവിനോട് കഴിഞ്ഞ ദിവസം എല്ലാവരും ഈ പഴയ സ്വഭാവങ്ങളെല്ലാം ഒതുക്കുക. മനസ്സൊന്ന് ക്ലിയർ ആണ്.
രണ്ട് കാര്യങ്ങൾ അവിടെ 2-3 കാര്യങ്ങൾ ഞാൻ ചെയ്ത ദൈവത്തോട് ഇവിടെ പറഞ്ഞേക്ക് ദൈവത്തോടും ദൈവത്തോട് ഞാൻ എൻ്റെ പാവങ്ങൾ എൻ്റെ ലംഘനം മുഴുവൻ ദൈവത്തോട് നൽകില്ല. ഞാൻ അറിയാതെയോ കർത്താവിൻ്റെ നാമത്തിന് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ചവർക്ക് ഞാൻ എൻ്റെ പാവങ്ങളോ എൻ്റെതായ പിണക്കങ്ങളോ വെച്ചുകൊടുക്കുമ്പോൾ ഞാൻ കൊടുക്കുന്ന മെസ്സേജ് അത് റോങ് മെസ്സേജാണ് പബ്ലിക്കിൽ കൊടുക്കുന്നത്. എൻ്റെ കൂട്ടുചാർച്ചക്കാർക്ക് എൻ്റെ കുടുംബക്കാർക്ക് കൊടുക്കുന്നത് റോങ് മെസ്സേജാണ്. ഞാൻ ക്രിസ്തുവിൻ്റെ ഭാവം എൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടെന്ന് പറയുമ്പോഴും എനിക്കത് ക്ഷമിക്കുവാനോ അത് പൊറുക്കുവാനോ അവരോട് സ്നേഹം പങ്കിടുവാനോ അവരോട് സംസാരിക്കുവാനോ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ നിൽക്കുന്ന റോങ് മെസ്സേജാണ് ഞാൻ പബ്ലിക്കിൽ കൊടുക്കുന്നത്. അതൊക്കെ നീ ക്രിസ്തുവിന് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ സ്വഭാവമേ അല്ല നീ കാണിക്കും. അതുകൊണ്ട് എന്താ ചെയ്യണം? ആ റോങ് മെസ്സേജ് നീ ആദ്യമേ കൊടുത്തിട്ട് കറക്റ്റ് മെസ്സേജ് നീ കൊടുക്കണം. നീ ദൈവത്തിൻ്റെ പൈതലാണ് എന്ന കറക്റ്റ് മെസ്സേജ് നീ കൊടുക്കണം. അത് കൊടുക്കണമെങ്കിൽ വളരെ ഈസിയൊന്നുമല്ല. അവിടെ തകരണം. അതിന് ഞാൻ ദിവസങ്ങളെടുത്തു അതിൻ്റെ ആ ഒരു സ്റ്റേജിലേക്ക് എത്തണം. ദിവസം ഇരുന്നു. എൻ്റെ യാത്രയിൽ, എൻ്റെ നടപ്പിൽ, എൻ്റെ ചിന്തയിൽ ഒക്കെ ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിക്കുന്ന ആ കൃപ 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 വേണം എന്ന് ആ പ്രാർത്ഥന അതിലൂടെയാണ് ദൈവനെ അങ്ങനെയൊക്കെ എത്തിക്കുവാൻ. ഇപ്പോൾ എനിക്ക് സന്തോഷത്തോടെ പറയാൻ കഴിയും. എനിക്ക് എൻ്റെ മനസ്സ് ക്ലിയർ ആകുമെന്ന് പറയാം. എനിക്ക് സന്തോഷമാണ്. എനിക്ക് ആ സംസാരിക്കുവാൻ തുടങ്ങും. അവർക്കും വളരെ സന്തോഷം. ഞാൻ ആ സംസാരിച്ചപ്പോൾ അവർക്കും ഭയങ്കര സന്തോഷം. അവർ പറഞ്ഞു എനിക്ക് നിങ്ങൾ പിണക്കൊന്നുമില്ല, പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല എന്ന്. അതിൻ്റെ അർത്ഥമൊന്നുമില്ല. ഒന്ന്, നമ്മളിങ്ങനെ ഇത് വെച്ചിട്ട് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോയാൽ ഞാൻ ചിന്തിക്കുന്നതിലൊരിക്കലും ഞാൻ കർത്താവിൻ്റെ സന്നിധി എത്തപ്പെടുമെന്ന് ഞാൻ ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ മഹാകരുണയാണ് ഇങ്ങനെയൊക്കെ ദൈവവചനത്തോടെ നമ്മളെ ഒരു ചേഞ്ചസ് വരുത്തി കർത്താവ് നമ്മളെ ചേഞ്ച് ചെയ്യുന്നു, ഒന്ന് മടക്കിക്കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ കരുണയാണ്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ദൈവത്തിൻ്റെ കല്യാണം തകർന്നിരിക്കുന്ന മനസ്സ് തകർന്നു നിർണ്ണയിക്കുന്ന ഹൃദയത്തെ ദൈവം നീ നിരസിക്കുകയും നമ്മുടെ ഹൃദയം തകരണം. നമ്മുടെ മനസ്സിൽ തകരുകളുടെ എന്തിനു മുമ്പാകെ കർത്താവെ ഞാൻ പാപം ചെയ്തു, മനുഷ്യരോട് ഞാൻ പാപം ചെയ്തു, ദൈവത്തോടും ഞാൻ പാപം ചെയ്തിട്ടുണ്ട്. ആ പാപത്തെ എനിക്ക് മറ്റുള്ളവരിൽ നിന്ന് മറച്ചു വെക്കുവാൻ കഴിയും. അതുപോലെ ഞാൻ പാപത്തിൻ്റെ സ്റ്റേജുകളൊന്നും പറയാൻ ആഗ്രഹിക്കില്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഓരോരുത്തർക്കും പേഴ്സണലി അറിയാം. കർത്താവിനോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടു ഒരുപാട് കാര്യങ്ങളോട് ഇടപെട്ടിട്ടുണ്ട്, ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒറ്റ പോയിന്റ് നിർത്തിയെടുത്ത് കർത്താവ് പറഞ്ഞത് ഈ ഒരു പോയിന്റ് നീ ക്ലിയർ ആക്കിയിട്ട് നീ മടങ്ങി മാത്രം ദിവസം ഇരിക്കുക. അതുകൊണ്ട് പരിശുദ്ധാത്മാവോട് സംസാരിച്ച അനേക പോയിന്റുകൾ എന്നോട് സംസാരിച്ചതായിട്ടില്ല, നിങ്ങളോട് സംസാരിച്ചത്. അപ്പം ആ പോയിന്റ് ക്ലിയർ ചെയ്യാതെ നിങ്ങൾ എത്ര കണ്ട് ആരാധിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്ന പോലെ ആരെങ്കിലും ഈ വാതിൽ അടച്ചെത്തിക്കൊള്ളാൻ വെറുതെ തീ കത്തിക്കാതെ, വെറുതെ യാഗം വർപ്പിക്കാതെ ഈ വാതിൽ അടച്ചെത്തിക്കൊള്ളാമായിരുന്നത് പുരാതന പഴയകാലത്ത് പറഞ്ഞതുപോലെ ഈ കർത്താവിനെ നമ്മുടെ ശരീരം കൊണ്ട് യാഗം അർപ്പിക്കുവാൻ കടന്നില്ല. നിന്റെ ജീവിതത്തിൽ അശുദ്ധമായത് നിർത്തിയിട്ട് അന്ന് അശുദ്ധമായത് ഒന്നും തുടങ്ങരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരുമായി തീരുന്നു വചനം പറയുന്നു. അശുദ്ധമായത് വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് അശുദ്ധമായത് പിടിച്ചു വെച്ചിട്ട് അതിനെ ജസ്റ്റിഫൈ ചെയ്തിട്ട് ഞാൻ നിന്റെ മകളാ നീ എന്നോട് ക്ഷമിക്കണം, എന്നോട് സംസാരിക്കണം, എന്നോട് ഇടപെടും. കർത്താവ് പറയുന്നു ഞാൻ സംസാരിക്കണം. ആദ്യം കേൾക്കില്ല, ഞാൻ പറഞ്ഞതനുസരിക്കുക. മക്കൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചങ്ങളല്ലേ എന്ത് ചെയ്യോ കുമാരപർവ്വതത്തിന് കൊടുക്കത്തുള്ളൂ. ഞാനായിരുന്നു അല്ലേ? നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുന്നവർക്ക് എന്ത് ചെയ്യും? നമ്മുടെ വേരുകൾ നമ്മളെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരൊക്കെയാണ് എന്ത് ചെയ്യുക? നമ്മൾ അവർ ചോദിക്കാൻ അപ്പുറം കൊടുക്കും. കാരണം അത് സ്നേഹത്തിനുള്ള കൊടുക്കണം. ഇന്ന് കർത്താവ് വനം തരണം. വളരെ സിമ്പിളാണ്. ദൈവം പറഞ്ഞത് അനുസരിക്കുക, അക്ഷരം തെറ്റാതെ, ഒരു പള്ളിയോ പുള്ളിയോ തെറ്റാതെ. കർത്താവിനെ അങ്ങ് പറഞ്ഞതനുസരിച്ച്, അങ്ങയുടെ വചനത്തിനനുസരിച്ച് ഒരു സ്റ്റെപ്പ് എടുത്ത് വെക്കാൻ കഴിഞ്ഞാൽ, ഒരു സ്റ്റെപ്പ് എടുത്ത് വെച്ചാൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാം. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും. നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ വിഷയങ്ങൾക്ക് എല്ലാം ചേഞ്ചസ് വരുത്താം. ദൈവം നമ്മുടെ പ്രവൃത്തി വലിയവനായിരിക്കും. എൻ്റെ കർത്താവ് പല കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും. പല കാര്യങ്ങളും ഞാൻ ദൈവത്തിന് നന്ദി കരയിട്ടുന്നുണ്ട്. പലപ്പോഴും ഈ കർത്താവ് ദൈവനെ ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് കാരണം
ഞാൻ പോകുന്ന സ്റ്റേജൊക്കെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാൽ അതിലൊക്കെയും കർത്താവിൻ്റെ ഒരു കരുണയാണ്. ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാണ്. അതേ സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോഴും ദൈവത്തെ ആത്മാവിനെ ഇങ്ങനെ ബലപ്പെടുത്തി ശക്തീകരിച്ചൊക്കെ നമ്മളെ നിർത്തിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവിനെ പണിതുകൊണ്ടിരിക്കുന്നതിനായി നന്ദിയോടെ ശ്രമിക്കും. ഞാൻ അറിയുന്നു കർത്താവ് എന്നെക്കുറിച്ച് കണ്ട ഡ്രീംസ് ഞാൻ കണ്ട ഡ്രീംസ് അല്ല, ഞാൻ കണ്ട ദർശനമല്ല. ദൈവം എന്നെ കൊണ്ട് ദൈവം എന്നെക്കുറിച്ചുള്ള ദർശനം, ആ ദർശനത്തിലേക്ക്, ആ ഡ്രീംസിലേക്ക് ഞാൻ എത്തണമെങ്കിൽ ഞാൻ ഇനിയും തകരപ്പെടുവാനുണ്ട്. ഞാൻ എന്ന വ്യക്തി അവിടെ തകർന്ന് കർത്താവൻ ആദരിക്കുന്ന ആ ലെവലിലേക്ക്, ആ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ബലപ്പെടുവാൻ. തീയിൽ നാലാമനായി ഇറങ്ങിയത് തീയുടെ വാതിൽക്ക് കൊണ്ടുവന്നിട്ട് നാലാമനായി ദൈവത്തിന് ഇറങ്ങാമായിരുന്നു. തീയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറങ്ങാമായിരുന്നു. പക്ഷേ തീയിൽ ഇറങ്ങിയിട്ടാണ് തീയിലേക്ക് അവരെ എറിഞ്ഞ് കളഞ്ഞിട്ടാണ് ദൈവം അവിടെ നാലാമനായി ഇറങ്ങി. ഇന്ന് നമ്മൾ പാട്ട് പാടിയതുപോലെ അവൻ സിംഹത്തിന്റെ കുഴിയിലേക്ക് ദാനിയേൽ വീണ് കഴിഞ്ഞപ്പോഴാണ് അവിടെ വായി അടച്ചത്. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അതിന് മുമ്പ് അങ്ങനെയാണ്. നീ ചില സ്റ്റേജിലെത്തുമ്പോൾ ചില മണ്ഡലത്തിൽ നീ ഒതുക്കപ്പെടേണ്ടതാണ്. നമ്മൾ ഒതുക്കപ്പെടുന്നതായ മേഖലകളെ അതിനൊരു ടൈം പീരീഡ് വെച്ചത് ആ ദൈവം കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മൾ എങ്ങനെ ഏത് അളവിൽ വളഞ്ഞ് വരണം. നമ്മളിപ്പോൾ പണിത് വെച്ചിരിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ടല്ലോ, ദർശനം ആഗ്രഹിക്കുന്നത്. ചിലത് പണിത് വെച്ചിട്ടുണ്ട്, ചിലത് നമ്മൾ ദൈവജനമില്ലാതെ പണിത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നതാണ്, ഇന്ന വ്യക്തിയാണ്, ഇന്നതാണ്, ഇന്ന സ്റ്റേജാണ്, ഇന്നതാണ്, ഇതൊന്നും ഞാൻ വിട്ട് കളയത്തില്ലെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. അതാ പറയുന്നത്, ഇതിന് വേദനയൊന്നും എനിക്ക് പണിയാൻ പറ്റത്തില്ല. നീ എപ്പോൾ കുശവന്റെ കയ്യിൽ ഒരു കളിമണ്ണായി നീ കൊടുക്കുവാനിടയാവും. അപ്പോൾ ദൈവത്തിന് പണിയുണ്ടാവും. കളിമണ്ണിന്റെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ പണിയുന്നത് തമ്പരാണ്. അവിടെ വെള്ളം ഒഴിക്കും, അതിനെന്ത് ചെയ്യുക, കുഴയ്ക്കും, അവിടെ ചേഞ്ചസ് വരുത്തും. അത് പാത്രത്തെ അല്ല കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുന്നത്, കളിമണ്ണായിട്ട്. നമ്മുടെ ഇഷ്ടമല്ല. അവിടെ കർത്താവിനോട് ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി, ഇത്രയും കുഴച്ചാൽ മതി, ഇത്രയും റെഡിയാക്കിയാൽ മതി, ഇങ്ങനൊരു പാത്രം ഉണ്ടാക്കി എനിക്കിങ്ങ് തന്നാൽ മതി എന്നൊന്നും അവിടെ അഭിപ്രായമില്ല. ആ പണിയുന്നവനറിയാം എങ്ങനെ പണിയണം. അതിന് ഒരു ദിവസം മുമ്പേ കർത്താവിനോട് സമർപ്പിച്ചു കൊടുത്തിട്ട്, കർത്താവെ ഞാൻ ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നിൽക്കാതെ ആകാത്ത വളർന്നു വന്നിരിക്കുന്ന എല്ലാ കൊമ്പുകളും കർത്താവെ അങ്ങ് ചെത്തി മാറ്റുക. കർത്താവെ അങ്ങെല്ലാം ചെത്തി മാറ്റുക. ദൈവഹിതമല്ലാത്ത വളർന്ന് മുഴുവൻ ചെത്തി മാറ്റിയിട്ട് കർത്താവെ അങ്ങ് പണിയുവാൻ വേണ്ടി എന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം ഒരു കൃപതനം പകരുവാൻ വേണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കുവാൻ ഇടയാകട്ടെ. ഞാൻ പറഞ്ഞത് എന്നെ സ്പർശിച്ചതായി, എന്നെ രൂപാന്തരപ്പെടുന്നത്, എന്നെ ചേഞ്ച് വരുത്തുന്നതായ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി ചേരുവാൻ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു.